അന്ന് ആദ്യമായൊന്നുമല്ല ആ മനുഷ്യൻ കരയുന്നത് കാണുന്നത്. മുൻപ് നിശബ്ദമായിരുന്നെങ്കിലിപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് മാത്രം. മച്ചിയെന്ന് വിധിയെഴുതിയ തൻ്റെ പ്രിയപ്പെട്ടവളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്ത വിധം ആ മനുഷ്യൻ കരയുന്നത് കണ്ടാണ് അവിടെ കൂടിയവരുടെ കണ്ണുകൾ കൂടി നിറഞ്ഞൊഴുകിയത്. ആണൊരുത്തൻ ഇങ്ങനെ കരയണമെങ്കിൽ അയാൾ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു കാണും. അത്രയും സ്നേഹിക്കപ്പെട്ടവർ എത്ര ഭാഗ്യവതിയായിരിക്കും. പലപ്പോഴും ആ വീട്ടിൽ നിന്ന് അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദമാണ് പുറത്തേക്ക് വരിക. അപ്പോഴും ബാലേട്ടൻ നിശബ്ദമായി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിപ്പുണ്ടാകും. ഇടയ്ക്ക് ചിലപ്പോൾ ബാലേട്ടൻ്റെ ശബ്ദം ഉയരുമ്പോൾ അവരുടെ അടക്കി പിടിച്ച തേങ്ങൽ പുറത്തേക്ക് വരും. ചിന്തകൾ ഓരോന്നായി കടന്നു പോകുമ്പോൾ അവരുടെ ചിതയിൽ തീ പടർന്നിരുന്നു. ചിതയ്ക്കരികിലായി തല കുമ്പിട്ട ആ മനുഷ്യനും. ആരെങ്കിലും അയാളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ എന്തൊരു ആശ്വാസമായേനെ. ഇരുട്ട് പടർന്നു തുടങ്ങിയപ്പോഴും ചിതയ്ക്കരികിലിരിക്കുന്ന ബാലേട്ടൻ്റെ മുഖം കനലിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ കാണുന്നുണ്ടായിരുന്നു. അമ്മേ, ബാലേട്ടൻ ആ ഇരിപ്പാണ്. ഞാൻ എന്തേലും കഴിക്കാൻ കൊണ്ടുപോയി കൊടുത്താലോ? ആ ചോദ്യത്തിന് അമ്മയൊന്നും മിണ്ടാതെ ഒന്ന് നോക്കിയതേയുള്ളൂ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഒരു പാത്രത്തിലേക്ക് ചോറും മറ്റൊന്നിൽ കറിയുമായി ആ വീട്ടിലേക്ക് നടന്നു. ഉമ്മറത്തെ അരഭിത്തിയിൽ പാത്രം വെച്ച് ആ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നു. ബാലേട്ട, വാ, എന്തേലും കഴിക്കാം. ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണാവോ അയാൾ തല കുമ്പിട്ട് ആ ഇരുപ്പിരുന്നേയുള്ളൂ. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ബാലേട്ട? തോളിൽ തട്ടി വിളിക്കുമ്പോൾ തല ഉയർത്തി എന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിലെല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വേദനയായിരുന്നു. ആ മുഖത്തേക്ക് നോക്കാനാകാതെ ഒരു നിമിഷം കണ്ണ് ചിതയിലേക്ക് പോയി. എനിക്കൊന്നും വേണ്ട മോളെ. ഞാൻ പിന്നെയും വിളിക്കുമ്പോൾ അത് പറഞ്ഞ് ബാലേട്ടൻ ആ ഇരിപ്പിരുന്നു. ഒന്നുകൂടി നിർബന്ധിക്കുമ്പോഴാണ് അവിടെ നിന്ന് എഴുന്നേറ്റത്. 2 ചുവട് നടന്ന് കരച്ചിൽ പുറത്തേക്ക് വരാതെ തോളിൽ കിടന്ന തോർത്ത് കടിച്ചു പിടിച്ചയാൾ പിന്നെയും ചിതയിലേക്ക് നോക്കി. അടുത്ത് കിടന്ന കസേരയിലിരുന്നു. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ തോളിൽ തട്ടി അരികിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. മനസ്സിനൊരൽപ്പം ആശ്വാസമായപ്പോഴാകും അയാൾ എഴുന്നേറ്റ് മുഖം കഴുകി ഉമ്മറത്തെ അരഭിത്തിയിൽ ചെന്നിരുന്നത്. അവൾ മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. കറി ഒഴിച്ച ചോറിൽ ഏറെ നേരം വിരൽ ഓടിച്ചിരുന്ന ശേഷമാണ് ബാലേട്ടനത് പറഞ്ഞതും പിന്നെയും കണ്ണുനീർ പൊഴിച്ചു തുടങ്ങിയതും. അടുക്കളയിൽ നിന്നവൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലെ. കണ്ണും പൊത്തി പിന്നെയും അയാൾ കരഞ്ഞു തുടങ്ങി. എന്തു പറയണമെന്നറിയാതെ ഭിത്തിയിൽ ചാരി ഞാനും നിന്നു. മോള് പൊയ്ക്കോ, അമ്മയവിടെ തനിച്ചല്ലേ. ഒന്നും പറയാതെ കണ്ണുനീർ തുടച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മനുഷ്യൻ പിന്നെയും ചിതയ്ക്കരികിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു. നീ ഉറങ്ങുന്നില്ലേ മാളു? അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ ജനലിൻ്റെ അരികിൽ നിന്ന് അമ്മയ്ക്കരികിൽ വന്ന് കിടന്നത്. അമ്മ ഉറങ്ങിയോ? ഏറെ നേരം കഴിഞ്ഞും ഉറക്കം വരാതെ ഇരുന്നപ്പോഴാണ് അമ്മയോട് ചോദിച്ചത്. ഒരു മൂളലിൽ അമ്മയില്ലെന്നും പറഞ്ഞു. ബാലേട്ടൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇനി അയാൾക്ക് ആരാണൊരു കൂട്ട്? ആ പാവം ഇനി ഒറ്റയ്ക്ക് എങ്ങനെയാണാവും? ഞാനത് പറയുമ്പോൾ കുറച്ചു നേരം അമ്മയൊന്നും മിണ്ടിയില്ല. കുറെ കഴിയുമ്പോൾ അയാൾക്കും അത് ശീലമായിക്കൊള്ളും. അമ്മയെപ്പോലെ അല്ലേ? പിന്നെ അതിൽ അമ്മയൊന്നും പറഞ്ഞില്ല. പിന്നെയൊന്നും മിണ്ടാതെ ഞാനും എപ്പോഴും ഉറക്കത്തിലേക്ക് വീണു. രാവിലെ ആ മനുഷ്യനെ പുറത്തൊന്നും കാണാതിരുന്നപ്പോൾ മനസ്സിലെന്തോ ഭയമുണർന്നു. വേലിക്കപ്പുറം എത്തി നോക്കുമ്പോൾ പതിവ് പോലെ വീട്ടിലേക്കുള്ള പാലും വാങ്ങി ബാലേട്ടൻ വരുന്നുണ്ട്. ഉമ്മറത്തേക്ക് കയറുമ്പോൾ അബദ്ധത്തിൽ പോലും ആ കണ്ണുകൾ ചിതയിലേക്ക് പോയിരുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അന്ന് രാത്രി അല്പം വൈകിയാണ് കവലയിൽ ബസ് ഇറങ്ങിയത്. മോളിന്ന് വൈകിയോ? വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ആ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കുന്നത്. കടത്തിണ്ണയിലിരുന്ന ബാലേട്ടൻ അതും പറഞ്ഞ് എൻ്റെ അരികിലെത്തിയിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. അത് പറഞ്ഞ് ബാലേട്ടൻ എനിക്കൊപ്പം നടന്നു. എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നെങ്കിലും മിണ്ടാതെ ഞാനും. രാത്രിയാണ് മോളെ, വല്ലാത്ത ഒറ്റപ്പെടൽ. പകൽ പിന്നെ എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും കൂടെ മിണ്ടിയും പറഞ്ഞിരിക്കാം. രാത്രി അത് പറ്റില്ലല്ലോ. ബാലേട്ടൻ അത് പറയുമ്പോൾ ഞാൻ മൂളി നടന്നു. അവളുടെ വഴക്കും ബഹളവും കേൾക്കാതെ പറ്റുന്നില്ല. അവൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറേ വഴക്ക് റെക്കോർഡ് ചെയ്ത് വയ്ക്കായിരുന്നു. അത് പറഞ്ഞുള്ള ആ മനുഷ്യൻ്റെ ചിരി വല്ലാണ്ട് ഭയപ്പെടുത്തിയിരുന്നു. ബാലേട്ടൻ എന്തേലും കഴിച്ചിരുന്നു ഇന്ന്? വീട്ടിലേക്ക് തിരിയുന്ന വഴിയിലെത്തി ഞാനത് ചോദിക്കുമ്പോൾ ഒരു നിമിഷം ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കി ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നുപോയി. ബാലേട്ടന് കഴിക്കാൻ എന്തേലും കൊടുക്കട്ടെ? ഉമ്മറത്ത് നിന്ന് അമ്മയോടൊന്നും പറഞ്ഞാണ് നേരെ അടുക്കളയിലേക്ക് പോയത്. പാത്രത്തിൽ ചോറും കറികളുമായി അയാളുടെ വീട്ടിലേക്ക് നടക്കുമ്പോഴും ഒന്നും മിണ്ടാതെ അമ്മ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. ഇത് കഴിക്കേ, ബാലേട്ടൻ ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടാകില്ലെന്ന് എനിക്കറിയാം. അരഭിത്തിയിലിരിക്കുന്ന ബാലേട്ടൻ്റെ മുന്നിലേക്ക് പാത്രം വെച്ചത് പറയുമ്പോൾ ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല. അവൾക്ക് അച്ഛനും അമ്മയില്ല.
ഏതോ ബന്ധുക്കളുടെ അടുത്ത് നിന്നാണ് വളർന്നത്. അവർക്കാണെങ്കിൽ ഇവളെ എങ്ങനെയും കെട്ടിച്ചു വിട്ടാൽ മതി. ആ സമയത്താണ് ഞാൻ ഇവളെ പെണ്ണ് കാണാൻ ചെല്ലുന്നത്. ഒറ്റ ചോദ്യം, എന്നെ ഇഷ്ടമായോ എന്ന്. അവൾ തലകുലുക്കി. ചോറിലേക്ക് കറിയിട്ട് ഇളക്കുമ്പോഴാണത് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ വേറെ വീട്ടിൽ നിന്ന് വളർന്നതുകൊണ്ടാകും അവൾക്ക് എല്ലാവരോടും ദേഷ്യമാണ്. ദേഷ്യമല്ല, അവൾക്ക് അങ്ങനെ പെരുമാറാൻ അറിയുള്ളൂ. അങ്ങനെയായിരുന്നു അവൾ വളർന്ന സാഹചര്യം. കഴിക്കുന്നതിനിടയിൽ ബാലേട്ടൻ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് കൊച്ചുങ്ങളാകാത്തത് കൊണ്ട് ആശുപത്രിയിൽ പോണത്. 2-3 സ്ഥലത്ത് പോയപ്പോഴും അവൾക്കാണ് പ്രശ്നമെന്ന് ഡോക്ടർ പറഞ്ഞു. അതോടെ അവളുടെ ദേഷ്യം കൂടി. ദേഷ്യമല്ല, ഉള്ളിലെ സങ്കടം അങ്ങനെയാണ് അവൾ പുറത്തേക്ക് കാണിക്കുന്നത്. അവൾക്കത് കാണിക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഇടയ്ക്ക് ആ മനുഷ്യൻ്റെ കണ്ണുകൾ കനലടങ്ങിയ അവരുടെ ചിതയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അവളൊരു പാവമാണ് മോളെ. പിന്നെ ഈ പുറമേ കാണിക്കുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് ഉച്ചത്തിൽ പറഞ്ഞാൽ അപ്പോൾ കരയും. പാവം പെണ്ണ്. അത് പറയുമ്പോൾ 2 കണ്ണുനീർ ആ പാത്രത്തിലേക്ക് വീണിരുന്നു. ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് മിണ്ടിയാൽ തന്നെ അവൾക്ക് ദേഷ്യമാണ്. ഞാൻ അവളെ കളഞ്ഞിട്ട് പോകുമോ എന്ന പേടിയാണ് അവൾക്ക്. എനിക്ക് അവളെ കളഞ്ഞിട്ട് പോകാൻ കഴിയില്ലെന്നവൾക്ക് അറിയില്ലല്ലോ. അവസാനം എന്നെ തനിച്ചാക്കിയവൾ. അത് പറഞ്ഞ് പൂർത്തിയാക്കാതെ ഏറെ നേരം ബാലേട്ടൻ ചോറിലേക്ക് നോക്കിയിരുന്നു. ഇനി മോള് ആഹാരം കൊണ്ടുവരണ്ട കേട്ടോ. അവളിവിടെയൊക്കെ ഉണ്ട്. അവളുടെ പരിഭവം പറച്ചിൽ എനിക്ക് കേൾക്കാം. പാത്രത്തിലെ അവസാന വറ്റും കഴിച്ചൊരു പുഞ്ചിരിയോടെയാണത് പറഞ്ഞത്. ഒന്നും മിണ്ടാതെ പാത്രവും വാങ്ങി ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം എനിക്കൊപ്പം ബാലേട്ടനും കവലയിൽ നിന്ന് വീട്ടിലേക്ക് നടക്കും. കുറേയേറെ സംസാരിക്കും. എല്ലാം മൂളിക്കേട്ട് ഞാനും. ഇനി ഈ നടപ്പ് ഒരുപാട് ദിവസം കാണില്ല കേട്ടോ. എൻ്റെ കെട്ടേതാണ്ട് ഉറപ്പിച്ചു. ആഹാ, എവിടുന്നാ ചെറുക്കൻ? അപ്പോഴാ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. ഒപ്പം ജോലി ചെയ്യുന്ന ആളാണ്. ബാലേട്ടനെ പോലെ തന്നെ നല്ലൊരു മനുഷ്യൻ. അത് കേട്ട് ആ മുഖം പിന്നെയും തിളങ്ങി. എന്തേ, ഇന്ന് വിശേഷങ്ങളൊന്നും പറയാനില്ലേ? അടുത്ത ദിവസം മുതൽ ബാലേട്ടൻ്റെ മൗനം കൂടി വരുന്നത് കണ്ടാണ് ചോദിച്ചത്. മോള് പോവുകയല്ലേ? ഇനി പിന്നെ ഞാൻ ആരോടാ പറയുക? മുഖത്തേക്ക് നോക്കാതെയാണ് പറഞ്ഞത്. ഞാനങ്ങ് ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നേ. ഇടയ്ക്ക് എന്നെ കാണാൻ വന്നിട്ട് എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ മതി. ചിരിയോടെ ഞാൻ പറഞ്ഞെങ്കിലും ആ മുഖം അത്ര തെളിഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായി. കല്യാണ തലേ ദിവസം രാവിലെ മുതൽ ഓരോ പണികൾ ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഓടി നടന്ന് ബാലേട്ടൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. അതേ, നാളെ ഇതിട്ടുകൊണ്ട് വേണം കല്യാണത്തിന് വരാൻ. രാത്രി അടുക്കള വശത്ത് പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലായിരുന്നു ആ മനുഷ്യൻ. ആ കൈകളിൽ പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ വാങ്ങാനൊന്നും മടിച്ചു. മതി ഇവിടുത്തെ പണികൾ, ബാക്കി അവരൊക്കെ ചെയ്തോളും. അത് പറഞ്ഞ് കൈകളിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് നോക്കി മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു. കല്യാണ ദിവസം ആൾക്കൂട്ടത്തിനിടയിൽ ആ മുഖമാണ് ഞാൻ തിരഞ്ഞത്. തിരക്കിൽ നിന്നൊഴിഞ്ഞ് എന്നെയും നോക്കി നിൽക്കുന്ന ആ മനുഷ്യനിൽ പെട്ടെന്ന് കണ്ണുടക്കി. അടുത്തേക്ക് കൈവീശി വിളിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആൾ ഓടി അരികിലെത്തി. ഹരിക്ക് ബാലേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും മുഖത്താ ചിരിയും സന്തോഷവും ഉണ്ടായിരുന്നു. ഹരിക്കൊപ്പം വണ്ടിയിൽ കയറി പോകുമ്പോൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി കരയുന്ന അമ്മയ്ക്ക് പിന്നിൽ കണ്ണുകൾ നിറഞ്ഞ് ആ മനുഷ്യന് നിൽപ്പുണ്ടായിരുന്നു. അല്ല മാളു, അമ്മയും തനിച്ച് ബാലേട്ടനും തനിച്ച്. നമുക്കവരെ ഒന്നിപ്പിച്ചാലോ? എൻ്റെ മടിയിൽ കിടന്ന ഹരി ആ മനുഷ്യൻ്റെ കഥകൾ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഹരി. ഒരു വിവാഹത്തോടെ അമ്മ കുറേ അനുഭവിച്ചതാണ്. ഇനിയൊരു വിവാഹവും മറ്റൊരു പുരുഷനും അമ്മയ്ക്കത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിലും ബുദ്ധിമുട്ടാണ് ബാലേട്ടൻ്റെ കാര്യം. അയാൾ അത്രയേറെ ആ സ്ത്രീയെ സ്നേഹിച്ചിരുന്നു. അല്ല, സ്നേഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് മറ്റൊരാൾ. ഏറെ നേരം ആലോചിച്ച ശേഷമാണ് ഞാനത് പറഞ്ഞത്. ശരിയാ മാളു, അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഹരി അത് പറയുമ്പോഴേക്കും ഞാൻ ആ തോളിൽ തല ചായ്ച്ച് കിടന്നിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.